كان الكرم صفة من صفات الصحابة رضي الله عنهم. ഔദാര്യം ചെയ്യുക എന്നത് സ്വഹാബത്തിന്റെ വലിയ ഒരു വിശേഷണമായി. ഭക്ഷണം നൽകുക, അതിൽ വലിയ താല്പര്യമാണ് സ്വഹാബത്ത് കാണിച്ചിരുന്നത്. وكان للصحابي الجليل أبي شعيب رضي الله عنه غلام يجيد طهي اللحم. പ്രമുഖ സ്വഹാബിയായ അബൂ ശുഐബ് റളിയല്ലാഹു അൻഹുവിന് നല്ല ഒരു കുക്കുണ്ട്. നല്ല മാംസാഹാരങ്ങളൊക്കെ പാചകം ചെയ്യാൻ കഴിയുന്ന ഒരു കുക്ക്. പദാർത്ഥ യൗമിൻ ഖാല ലഹു അബൂ ശുഐബ്, ഒരു ദിവസം അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു തന്റെ അടിമയായ കുക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്നഅലി ത്വഅമൻ യക്ഫി ഖംസ, ഒരു 5 പേർക്ക് പര്യാപ്തമാകുന്ന ഭക്ഷണം പാകം ചെയ്യണം, 5 പേർക്ക് പറ്റുന്ന ഭക്ഷണം ഉണ്ടാക്കണം. ثم ذهب أبو شعيب إلى النبي صلى الله عليه وسلم ودعاه إلى تناول الطعام. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബി തങ്ങളുടെ അടുക്കൽ 4 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ 5 പേരായാലും 5 പേരോടും കൂടെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, നല്ല ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സ്വഹാബത്ത് അവര് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്ഷണിച്ചു കൊണ്ടുപോകും, എന്നിട്ട് ഭക്ഷണം കൊടുക്കും, സ്വഹാബത്തിനും കൊടുക്കും. അതവരുടെ സ്വഭാവമാണ്. ومعه 4 من الصحابة فلما أراد الرسول صلى الله عليه وسلم أن يذهب هو والصحابة 4 إلى أبي شعيب ذهب معهم رجل خامس. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ 4 സ്വഹാബികളും അബൂ ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ സമയത്ത് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ മറ്റൊരാൾ കൂടി വന്നു, വേറെ ഒരാൾ കൂടി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ മടക്കിയില്ല, അദ്ദേഹത്തെ കൂടെ കൂട്ടി. അപ്പൊ 6 പേരായി മൊത്തത്തിൽ. وأخذه معهم فلما وصلوا إلى بيت أبي شعيب قال النبي صلى الله عليه وسلم لأبي شعيب, വീട്ടിലെത്തിയപ്പോ വീട്ടുകാരനായ ആതിഥേയനായ അബൂ ശുഐബ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ തബീഉന, നിങ്ങൾ വന്നപ്പോ 4 പേരും ഞാനും ഉണ്ടായിരുന്നുള്ളൂ, 5 പേരാണ്. ഇപ്പോ ഞങ്ങൾ പോരാൻ നേരത്തെ ഒരാൾ വന്നതാണ്, അദ്ദേഹത്തെയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫഇൻ ശിഅ്ത അൻ തഅ്ദന ലഹു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമ്മതം കൊടുത്താൽ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാം. വഇൻ ശിഅ്ത അൻ യർജിഅ റജഅ, അല്ല നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഖാല അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു, അന്നേരം അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അദിൻതുല, ഞാൻ സമ്മതം കൊടുത്തു, കഴിച്ചു, നിങ്ങൾ കഴിച്ചു, കുഴപ്പമില്ല, അദ്ദേഹം വന്നതിൽ പ്രശ്നമില്ല. ഇതിൽ വലിയൊരു പാഠമുണ്ട്. നമ്മളൊക്കെ ചിലപ്പോ പല സദ്യകളിലേക്കും ക്ഷണിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയാൽ ആ ആതിഥേയനോട് സമ്മതം ചോദിക്കണം. എൻ്റെ കൂടെ ഒരാൾ കൂടെ വരുന്നുണ്ടോ, നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തെ ഒഴിച്ചു കൂടാൻ പറ്റൂല, ആ കുഴപ്പമില്ല എന്നല്ലേ പറയുള്ളൂ, അല്ല, അത് സമ്മതം ചോദിക്കണം. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ നമ്മൾ വാഹനവുമായി പോകും, അല്ലെ, ദൂര ദിക്കിലേക്കൊക്കെ വാഹനം വിളിച്ചിട്ട് പോകും, ഡ്രൈവർ ഉണ്ടാവും കൂടെ. ഡ്രൈവറെ ഭക്ഷണത്തിന് പോലും ചിലര് വിളിക്കൂല, മോശം സ്വഭാവമാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഡ്രൈവർ കൂട്ടിക്കൊണ്ടുപോകണം, എന്നിട്ട് പറയണം എൻ്റെ കൂടെ ഡ്രൈവറുണ്ട്, അവനിപ്പോ ഇവിടുന്ന് ഭക്ഷണമൊന്നും കിട്ടൂല, ഇവിടെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല, അവനിപ്പോ പട്ടിണിയായി പോകും. അതല്ലാതെ നമ്മളെ നല്ല മന്തിയൊക്കെ അടിച്ച് എൻ്റെ ഉഷാറാക്കിയിട്ട് പുറത്തിങ്ങനെ ഇറങ്ങിയിട്ട് ആ മന്തിന്റെ മഹത്വമൊക്കെ പറയാനോട് ഈ ഡ്രൈവർ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൂടെ കൂട്ടണം, കൂട്ടിയിട്ട് സമ്മതം വാങ്ങുകയും വേണം, സമ്മതം വാങ്ങണം. അതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഒന്ന്. രണ്ടാമത്, സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ആരെങ്കിലുമൊക്കെ മദീനത്തെ പള്ളിയിൽ ഉണ്ട് എങ്കിൽ അവരെന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പഴയ കാലത്തൊക്കെ ഒന്നുമില്ലാത്ത കാലത്ത് അല്ലെ, കപ്പക്കറിയൊക്കെ കൂട്ടിയിരുന്ന കാലമില്ലേ, ആ സമയത്ത് നമ്മളെ വീട്ടിലേക്കൊക്കെ എത്ര അതിഥികൾ വന്നിരുന്നു, അല്ലെ, പള്ളിയിൽ നമ്മളെ വാപ്പന്മാര് കൊണ്ടുവന്നിരുന്നു.
നല്ല സന്തോഷത്തോടെ കൊടുത്തിരുന്നു. ഇന്ന് ആരാണ്? നല്ല സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. എന്നാലും അപരിചിതരായ ആരെങ്കിലും പള്ളിയിലൊന്ന് കണ്ടാൽ ഒന്ന് ക്ഷണിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്ര ആളെ മൈൻഡ് ഉണ്ട്? ആരും മൈൻഡ് ചെയ്യാറില്ല അല്ലേ? ആരും മൈൻഡ് ചെയ്യാറില്ല. അദ്ദേഹം ഇങ്ങനെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ ഭക്ഷണം ഹോട്ടലൊന്നും തുറന്നിട്ടില്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ ഉമ്മത്ത് മാറി. അവർ സ്വഹാബത്തിന്റെ ഒരു ചര്യയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഒരു മാതൃകയായിരുന്നു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. ഇവതങ്ങൾ മദീനയിൽ അപരിചിതർ വന്നാൽ ഇവതങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ തങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കും. അങ്ങനെയൊക്കെ വലിയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അടുത്തൊരു മര്യാദയാണ് ഏതെങ്കിലും ഒരു സദ്യയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നാം പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. സവാബ് അവരിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരും ആറടി മണ്ണിലാണ്. അല്ലാഹു അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് നിന്റെ മെസ്സിൽ സവാബ് എത്തിച്ചവരെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്നൊക്കെ കാവലേകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഇന്ന് സുബൂഹ് ജമാഅത്തിന് ഇവിടെ എത്തി ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർ ചെയ്യുന്ന ജോലികൾ, ബന്ധപ്പെടുന്ന മേഖലയിലൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ. രോഗികളുടെ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളുള്ളവർ, കടബാധ്യതകളുള്ളവർ വെട്ടാനുള്ള ഹലാലായ മാർഗം നീ തുറന്നു തരണേ അല്ലാഹ്. റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.